ദേശീയ ചാനലാണ്, ഇംഗ്ലീഷ് ചാനലാണ് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ശശി തരൂരിനെതിരായ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശശി തരൂരിന്റെ സഹായി നാരായണുമായി ചാനൽ മാധ്യമപ്രവർത്തകർ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖകളും അതോടൊപ്പം തന്നെ മരിക്കുന്നതിന് തലേന്ന് സുനന്ദ പുഷ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖകളുമാണ് പുറത്തു വന്നത്. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശശി തരൂരിന് എതിരായ തെളിവുകളായി വരുന്നത്. പ്രത്യേകിച്ചും സുനന്ദ പുഷ്കർ കൊല്ലപ്പെട്ട ദിവസം, മരിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയ ദിവസം വൈകിട്ടോടുകൂടി മരണം അറിയുന്നതിന് തൊട്ടു മുമ്പായാണ് താൻ ഹോട്ടലിൽ എത്തിയത് എന്നും പാർട്ടിയുടെ യോഗസ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് പറയാനായി വാതിൽ തട്ടിയപ്പോഴാണ് അല്ലെങ്കിൽ വിളിച്ചപ്പോഴാണ് സുനന്ദ പുഷ്കർ മരിച്ചതായി അറിഞ്ഞത് എന്നുമാണ് ശശി തരൂർ നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മൊഴികളാണ് അദ്ദേഹത്തിന്റെ സഹായി നാരായൺ ഈ മാധ്യമപ്രവർത്തകയോട് ഫോണിൽ നടത്തുന്നത്. അതായത് സുനന്ദ മരിച്ച അന്ന് പകൽ ഉച്ചയോട് തന്നെ ശശി തരൂർ ഹോട്ടലിൽ എത്തിയിരുന്നു എന്നും, അതായത് സുനന്ദ പുഷ്കറിന്റെ മുറിയിൽ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഹോട്ടലിൽ എത്തിയിരുന്നു എന്നും ഈ സംഭാഷണങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതുകൂടാതെ സുനന്ദ പുഷ്കറിന്റെ മൃതശരീരം കണ്ടെത്തിയ മുറി സംബന്ധിച്ചുള്ള ദുരൂഹതയും വർദ്ധിക്കുകയാണ് ഈ വെളിപ്പെടുത്തലോടുകൂടി തന്നെ. ഈ മാധ്യമപ്രവർത്തക സുനന്ദ പുഷ്കറിനെ കണ്ടത് ഹോട്ടൽ മുറിയിലെ 307 നമ്പർ മുറിയിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ ഈ സഹായി ഫോണിൽ സുനന്ദ പുഷ്കർ ഉറങ്ങുന്നത് എന്ന് പറയുന്ന മുറിയും 307 നമ്പർ മുറിയിൽ ഉറങ്ങുന്നു എന്നാണ് ഈ ഫോണിലൂടെ വെളിപ്പെടുത്തുന്നത്. അതേസമയം മൃതശരീരം എന്നാൽ 345 നമ്പർ മുറിയിൽ കണ്ടെത്തി എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകളും എല്ലാം തന്നെ. അങ്ങനെയെങ്കിൽ ഈ മൃതശരീരം ഈ മുറിയിൽ നിന്നും മാറിയത് എങ്ങനെയെന്ന് സംബന്ധിച്ചുള്ള ദുരൂഹതയും ഈ പുതിയ വെളിപ്പെടുത്തലോടെ ശക്തമാവുകയാണ്. അതേസമയം വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നു. തന്റെ ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ് ശശി തരൂർ ഇക്കാര്യത്തോടെ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്കെതിരെ അസത്യ പ്രചരണം നടത്തുന്നു എന്നും ഇക്കാര്യം അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകൾ തെളിയിക്കാനുമാണ് ശശി തരൂർ ആവശ്യപ്പെടുന്നത്.